ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ. SIT സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചു. ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയി. കനത്ത പോലീസ് കാവലിലാണ് പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. എ പത്മകുമാറിന്റെ അറസ്റ്റോടെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമായതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. CPM നേതാവായ N വാസുവിന്റെ അറസ്റ്റോടെ വെളിവായി തുടങ്ങിയ ഉന്നത രാഷ്ട്രീയ ബന്ധവും കൊള്ളയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയും പത്മകുമാറിന്റെ അറസ്റ്റോടെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചവരിലേക്കുള്ള അന്വേഷണം പത്മകുമാർ ദൈവതുല്യരെ കാണുന്നവരിലേക്ക് കൂടി എത്തിയേ മതിയാകൂ. എന്നാൽ മാത്രമേ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരാനാകൂ. ദേവസ്വം പ്രസിഡന്റ് അറസ്റ്റിലാകുമ്പോൾ ബോർഡിന് മുകളിൽ പ്രവർത്തിച്ച അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് കൂടി അന്വേഷണം സ്വാഭാവികമായി എത്തേണ്ടതാണ്. എന്നാൽ അതിലേക്ക് പോകാൻ അന്വേഷണ സംഘം മടിച്ചു നിൽക്കുന്നത് പോലെയാണ് പൊതുസമൂഹത്തിന് തോന്നുന്നത്. സ്വർണ്ണക്കൊള്ള നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത വ്യക്തി പത്മകുമാറാണെന്ന നിഗമനം SIT നടത്തുമ്പോഴും അദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് സമ്മതിക്കാൻ പോലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറാകുന്നില്ലെന്നത് ദൗർഭാഗ്യകരമാണ്. പ്രതികളെ സംരക്ഷിക്കില്ലെന്നും കൈകൾ ശുദ്ധമെന്ന് പുറംവാക്ക് CPM നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അതിൽ ആത്മാർത്ഥതയില്ലെന്നതിന് തെളിവാണ് MV ഗോവിന്ദന്റെ നിലപാട്. സർക്കാരിന്റെ അറിവോടെ നടന്ന കൊള്ളയാണ് ശബരിമലയിലേത്. സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ശബരിമലയിൽ സംഭവിക്കില്ലായിരുന്നു. മോഷ്ടിക്കപ്പെട്ട സ്വർണം വിറ്റതിൽ നിന്ന് എത്ര കോടി CPM നേതാക്കൾക്ക് കിട്ടിയെന്നതും അന്വേഷിക്കണം. MV ഗോവിന്ദൻ വ്യക്തമാക്കിയതുപോലെ കേരളം ഇതെല്ലാം ചർച്ച ചെയ്യുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ പ്രമുഖ CPM നേതാവും ദേവസ്വം പ്രസിഡന്റും MLAയുമായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റോടെ കേരളം അമ്പരന്നു നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ CPM നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പവിത്രവും പരിപാവനവുമായ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ക്ഷേത്രം കൊള്ളയടിച്ച നേതാക്കൾ ഓരോരുത്തരും ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ N വാസുവിന് പിന്നാലെയാണ് പത്മകുമാറും ജയിലിലേക്ക് പോകുന്നത്. മുൻ ദേവസ്വം മന്ത്രിയെയാണ് SIT ഇനി ചോദ്യം ചെയ്യേണ്ടത്. കടകംപള്ളി സുരേന്ദ്രനും കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. ഏതോ ഒരു പോറ്റിയാണ് പ്രശ്നമെന്നാണ് ആദ്യം പറഞ്ഞത്. ആ പോറ്റിയുടെ നേതൃത്വത്തിലും ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും അത് മറച്ചുവെക്കുകയായിരുന്നെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ടാണ് പോറ്റിക്കെതിരെ ദേവസ്വവും സർക്കാരും കേസ് നൽകാതിരുന്നതെന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല. പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ മറച്ചുവെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റിയെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ നല്ല അഭിപ്രായം പറഞ്ഞത് പത്രങ്ങളിൽ അടിച്ചു വന്നിട്ടുണ്ട്. SIT അറസ്റ്റ് ചെയ്ത ശേഷവും N വാസു മികച്ച ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് കടകംപള്ളി ന്യായീകരിച്ചത്. വാസു തനിക്കെതിരെ മൊഴി കൊടുക്കുമെന്ന് പേടിച്ചാണ് കടകംപള്ളി വാസു വലിയ സംഭവമാണെന്ന് പറഞ്ഞത്. എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും കൊള്ള നടത്താനാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അത് ഇപ്പോഴത്തെ മന്ത്രി വാസവന്റെ അറിവോടെയായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കുമായിരുന്നു. അയ്യപ്പ വിഗ്രഹം പോലും കൊള്ളയടിക്കുന്നവരായി സർക്കാർ മാറി. അയ്യപ്പന്റെ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഇക്കാര്യത്തിൽ ഭരണ നേതൃത്വവും മറുപടി പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.